ആൾക്കാർ എന്നോട് പറയും എന്തിനീ മോദി കെയറിന് ബാക്കിന്ന് പോകുന്നത്, നേരെ ഒരു ക്ലിനിക്കിൽ ഇരുന്നാ പോരെ, ഡോക്ടറായിട്ട് അക്യുപങ്ചർ ആൻഡ് ഇജാമ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവരോടൊന്നും മറുപടി ഒന്നും പറയല്ല. കാരണം അനക്കറിയോ നമ്മ അല്ലെ കുറച്ച് ഫ്യൂച്ചർ ചിന്തിച്ചിട്ടാണ് നമ്മ മോദി കെയറിൽ പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോ അതൊക്കെ ഒരു ആക്റ്റീവ് ഇൻകം ആണ്. ഞാൻ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് പൈസ ഉണ്ട്, ഞാൻ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല. പക്ഷെ മോദി കെയർ അങ്ങനെയല്ല. മോദി കെയർ എന്ന് പറയുന്നത് ചെയ്യുന്ന അല്ലെ, ഇപ്പൊ ക്ലിനിക്കിലാണെങ്കിൽ നല്ലൊരു ആത്മാർത്ഥമായിട്ട് രാവിലെ പോവും, അതുപോലെ വൈകുന്നേരം വരും. അങ്ങനെ മോദി കെയർ ചെയ്യുകയാണെങ്കിൽ കുറെ വർഷം വേണ്ട, ഒരു വർഷം ആത്മാർത്ഥമായിട്ട് എന്തായാലും ഞാൻ കിട്ടിയ സമയം തോന്നും പോലെയല്ല, ഒരു മോദി കെയർ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കും, എല്ലാവർക്കും വിളിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോദി കെയറിലൂടെ നല്ലൊരു പാസീവ് ഇൻകം വാങ്ങണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. കാരണം കുറെ മാസം മുമ്പ് സ്കൂള് തുറക്കുന്ന സമയം, അതുപോലെ നോമ്പ്, അങ്ങനെയുള്ള കുറച്ച് മാസങ്ങൾ ഞങ്ങൾക്ക് കടന്നുപോയിന്. ആ സമയത്ത് ഞങ്ങൾ കുറെ ബാക്ക് എന്ന് പറഞ്ഞെങ്കിൽ മോദി കെയറിനെ കുറച്ച് സമയമല്ലോ അല്ലെ, ഇന്ന് ചിന്തിക്കും മോദി കെയർ നാളെ ഉണ്ടാവില്ല, നോമ്പായി. എന്നിട്ട് പോലും മോദി കെയർ ഒരു മാസം പോലും ഞങ്ങൾക്ക് പൈസ തരാതെ നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, അക്യുപങ്ചർ ആൻഡ് ഇജാമക്ക് ഞാൻ ഒരു മാസം പോയില്ലെങ്കിൽ നമുക്ക് ഒരാൾ ഒരു രൂപ പോലും കൊണ്ടുതരോ? ആരും കൊണ്ടുതരോ? നിങ്ങൾ ഒരു മാസമായില്ലേ വരാത്ത, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുതരോ? ഒരാളും കൊണ്ടുതരല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ മോദി കെയറിനെ ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നമുക്ക് ഒരു വർഷം നമ്മ കണ്ടിന്യൂസ് ആയിട്ട് അല്ലാതെ ഒരു മാസം ചെയ്ത് അടുത്ത മാസം മോദി കെയർ ഓർമ്മയില്ല, പിറ്റേത്തെ മാസം, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് മോദി കെയറിനെ ആത്മാർത്ഥമായിട്ട് ഒരു 2 മണിക്കൂറും കൂടി ഡെയിലി വെച്ചിട്ട് മോദി കെയർ നിങ്ങൾ ചെയ്യാൻ തയ്യാറായെങ്കിൽ നല്ലൊരു പ്ലാന് നമുക്ക് സമീർ മോദി സർ തന്നിട്ടുണ്ട്. ഈ പ്ലാനിലൂടെ എല്ലാവരും അല്ലെ, ജിഷാദ് സാറൊക്കെ 28 ലക്ഷം മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ലക്ഷം വാങ്ങാൻ ഒരു പണിയുമില്ല, എല്ലാവർക്കും വാങ്ങാം. സാധാരണക്കാരന് ഇതില് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ടോ? ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്, ഞാൻ അക്യുപങ്ചർ ഇജാമ ചെയ്യുന്നുണ്ടായിട്ട് പോലും 4 ആളോട് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിട്ടാ. ജസ്റ്റ് പേഷ്യൻസിനെ നോക്കുമ്പോ വേറൊന്നും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിട്ടാ. എൻ്റെ തന്നെ എത്രയോ മാറ്റം വന്ന്. ഒന്നാമത് ഞാൻ ഡ്രസ് കോഡിൽ എന്റെ മാറ്റം വന്ന്, എല്ലാം ഒരു ഡ്രസ് കോഡിൽ പോകണമെന്നുള്ള ഒരു ചിന്താഗതി വന്നത് തന്നെ മോദി കെയറിൽ വന്ന ശേഷം തന്നെ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ടായിന്, ജീവിച്ചു പോയിക്കൊണ്ടുണ്ടായിന് അല്ലെ. മോദി കെയറിൽ വന്നിട്ടാകുമ്പോ എന്തായി, ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്, പ്രോട്ടീൻ ഇല്ലെങ്കിൽ എല്ലാ സമയത്തും ക്ഷീണം ഉണ്ടാവും കഴിച്ചുകൊണ്ട്. ഇതൊക്കെ മനസ്സിലായപ്പോ സത്യം പറയാലോ മോദി കെയറിൽ വന്നിട്ടാണ് ഇത് എന്താണ് കഴിക്കേണ്ടത്, എന്ത് കഴിച്ചുകൂടാ. മുമ്പ് വാരി വലിച്ചിട്ട് അരി ഭക്ഷണം കഴിച്ചുകൊണ്ടായിന്. ഞാനിപ്പോ എന്താ ചെയ്യുന്നുള്ള, ആദ്യം കക്കിരി മുറിച്ച് വെക്കൂ, അത് കഴിക്കൂ. കാരണം മോദി കെയറിന് മനസ്സിലായി. പണ്ട് ഞമ്മ എന്താ പറയുന്നത്, കക്കിരി മുറിച്ച് വെച്ച കുട്ടികളോടല്ലോ തിന്നണ്ട അത് തന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായത്, ആദ്യം കക്കിരി കഴിച്ച ശേഷം ബാക്കിയുള്ള സ്പേസിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളത് മനസ്സിലായപ്പോ മോദി കെയറിൽ വന്നിട്ടാണ്. അപ്പൊ മോദി കെയർ നമുക്ക് വെറും പൈസ മാത്രമല്ല തരുന്നുള്ള, നമ്മളെ പേഴ്സണലായിട്ട് 100% മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് മോദി കെയർ. വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരുന്നെങ്കിൽ ഒന്നും കിട്ടില്ല. ഇപ്പൊ ജിഷാദ് സാർ എല്ലാ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ന്യൂന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 100% മാറാൻ പറ്റൂ. ടോട്ടലി എന്തൊക്കെ മാറാൻ പറ്റൂ? ടെൻഷൻ ഉള്ളവരെ ടെൻഷൻ മാറാൻ പറ്റൂ. അതുപോലെ നമുക്ക് അല്ലെ, അങ്കായാലും പൊതുവെ ഉണ്ടായി കുറെ ആളോട് ചൊടി, അവര് സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അവരോടൊരു ചെറിയൊരു ചൊടി, അതുപോലെ ഇല്ലാതാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോദി കെയർ. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറാനും, അതുപോലെ ആരോട് ചൊടി ഉണ്ടെങ്കിൽ അത് ചെറിയൊരു അംശം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മ നെഗറ്റീവായി, നമുക്ക് എന്തുണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല. അപ്പൊ നമ്മ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വളർച്ച വേണം, ഞങ്ങൾക്ക് ഇൻകം വേണം, എന്തുമാട്ടെ ഞങ്ങൾക്ക് ഇൻകം വേണം. അപ്പൊ ഞാൻ എന്ത് തയ്യാറാണ്, ആരോടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചൊടി ഉണ്ടെങ്കിൽ അതുപോലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞമ്മ തയ്യാറായി. അപ്പൊ ഇതൊക്കെ നമ്മളെ ലീഡർ ആയിട്ടുള്ള ജിഷാദ് സാറിന്റെ ഒരു കഴിവാണ്. ജിഷാദ് സാറ് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാ ടൈമും നമുക്ക് ജിഷാദ് സാർ ഓരോന്നും പഠിപ്പിച്ചു തരുന്നുണ്ട്. മോദി കെയറിൽ എന്താക്കാൻ പറ്റുന്നുണ്ട്, നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്? ഡിഗ്രി +2 അല്ലെങ്കിലും അതിനേക്കാളും നല്ലത് ജീവിതത്തിൽ വേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് ന്യൂ എന്ന പ്രോഗ്രാം ഞാൻ കുറെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ മാറ്റം. ഇപ്പൊ പൈസ കുറച്ച് കുറഞ്ഞെങ്കിലും ഒരു ടെൻഷനില്ല. കാരണം ഒരു ആത്മവിശ്വാസം ഉണ്ട്. എത്ര ലക്ഷമാണ് മോദി കെയറിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ള ആത്മവിശ്വാസം മോദി കെയറിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്
മാസം ഒരു 5 ലക്ഷം രൂപ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി തയ്യാറെടുക്കുന്നുള്ളത്. അതുപോലെ നിങ്ങൾക്കും നല്ലൊരു വരുമാനം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ഷിഫ്റ്റ് കാർ ഞാൻ വാങ്ങുമായിരുന്നു, അതിനേക്കാളും വലുത് ഞാൻ ചിലപ്പോൾ ഒരിക്കൽ വാങ്ങലായിരുന്നു. മോദി കെയറിലൂടെ ഇത്രയും വലിയ മൈൻഡ് സെറ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്ത് തീരുമാനിച്ചത്, ക്രെട്ട വണ്ടി ഞാൻ വാങ്ങും. അപ്പോ ക്രെട്ട വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് അത്ര കാർ ഫണ്ട് ഉണ്ടായിട്ടാ. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചാല് എന്ത് വാങ്ങാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലാണ് ഞാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫണ്ട് കൂടി എടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ അത്ര വലിയ വണ്ടി വാങ്ങി. അതുപോലെ ഇന്നും ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും നല്ല വീട്, ഇപ്പോ മാഷാഅല്ലാ നല്ലൊരു വീടുണ്ട്, എന്നാലും മോദി കെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ല ലക്സറിയസ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കണം. അതൊക്കെ ചിന്താഗതിയിൽ വരാനുള്ള ഒരു കാരണം എന്നുള്ളത് മോദി കെയർ തന്നെയാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് മോദി കെയർ നിങ്ങൾ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഇൻകം വാങ്ങാനും അതുപോലെ നല്ലൊരു ആരോഗ്യം, ശരിക്കും പറഞ്ഞാൽ അല്ലെ നമുക്കറിയാം നമ്മളെ മെയിൻ എന്നുള്ളത് ആരോഗ്യം, അതുണ്ടെങ്കിൽ മാത്രമാണ് ആ വാങ്ങിച്ച പൈസ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ആരോഗ്യം മോദി കെയറിലൂടെ വെൽനെസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വെൽനെസ് യൂസ് ആക്കാൻ നിങ്ങൾ ഇരിക്കുകയില്ല. അതുകൊണ്ട് നല്ലൊരു ആരോഗ്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്ത് എല്ലാം നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ